മിസ്സി രാവിലെ 20 ലിറ്റർ 20 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാണല്ലോ. പിന്നെന്ത് പറ്റി? ഇത് വൈകുണ്ഠനാഥനല്ല, വഴി കിടക്കുന്ന അടിച്ചടിച്ച് എന്ത് ദൈവമേ. തള്ളാനും ആരുമില്ല. കൊച്ചിനെ കൊണ്ട് എങ്ങനെ തള്ളിക്കുന്നത്? നല്ല എക്സസൈസ്. ദൈവമേ കൈ. ചൂട്. വഴിയിൽ ഇങ്ങനെ കിടക്കാറുള്ളതല്ല കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാവേ. അത് പിന്നെ അറിയാമെങ്കിൽ ഈ പണിക്ക് വരുമോ? ഇതിങ്ങനെ ഒരു മഹാകെണിയായി പോകുന്ന ആര് കരുതി മോളെ? സമയം പോയില്ല. ഇപ്പൊ റെഡിയാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ട് പോലെ ചെടി ഇപ്പൊ എടുത്തു തരാം. സാറിനെ സോപ്പിട്ട് വേറെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് കൂടെ നോക്കാം. മോളെ സൂക്ഷിച്ച്. ചെടി മുമ്പിൽ വെച്ചേക്കട്ടെ. നമുക്ക് ശ്വസിക്കാൻ പ്രാണവായു തരുന്നത് മരങ്ങളും വൃക്ഷലതാദികളുമാണ്. നാം ചവിട്ടിമെതിച്ചു പോകുന്ന പുൽച്ചെടികൾ പോലും ആ ധർമ്മം പാലിക്കുന്നു. എന്നിട്ടും രാജ്യദ്രോഹികളും കാട്ടുകള്ളന്മാരും അത് വെട്ടി നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രതിജ്ഞ എടുക്കാം. എന്റെ കൈകൊണ്ടൊരു മരം, ജീവന്റെ മരം, ജീവന്റെ തണൽ, ജീവന്റെ വെളിച്ചം. സാർ ഒന്ന് കയറിട്ട് പോവാ സാർ. അല്ല അത് പിന്നെ മോളെ കൊണ്ടുവിടാനാണെങ്കിലും ഇതുവഴി വന്നതല്ലേ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക. ഒന്ന് കയറിട്ട് പോവാൻ സാർ. തിരക്കാണെന്നറിയാം. എന്നാലും ആ കൈകൊണ്ടൊരു വൃക്ഷത്തൈ നട്ട് കുട്ടികൾക്കൊരു മാതൃക. ആയിക്കോട്ടെ. വരണേ സാർ. തീരെ പ്രതീക്ഷിക്കാതെയാണെങ്കിലും നല്ലൊരു അതിഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാകട്ടെ നമ്മുടെ സ്കൂളിലെ എന്റെ മരം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മോളെ ബാഗ്. ഇത് കണ്ട മാമനാ സ്കൂളിൽ പോകുന്നത്. നിക്ക് മോളെ. എന്താ ഇത്? ഭാഗ്യ രാവിലെ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് പണി മുടക്കി. ഭാഗ്യത്തിന് വിശ്വട്ടൻ അതുവഴി വന്നുകൊണ്ട് മോള് സമയത്തിന് സ്കൂളിലെത്തി. ഗംഗേ, കാപ്പിയൊന്നും വേണ്ട. പോട്ടെ. എല്ലാം ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് അങ്കിള് പറഞ്ഞിരിക്കുന്നേ. ഏതങ്കിള്? ഫോട്ടോ എടുത്ത അങ്കിള് തന്നെ. നന്നായിരിക്കണല്ലേ? ഈ ഫോട്ടോ നമുക്ക് ഷോക്കേസിൽ വെക്കാല്ലേ? അച്ഛന്റെ കൂടെ അമ്മയ്ക്കും വരായിരുന്നില്ലേ മോളുടെ സ്കൂളില്? വന്നിട്ട് 1 മണിക്കൂറായി. എന്നിട്ട് മിണ്ടിയത് പോലും ഇല്ല മോളുടെ സ്കൂളിൽ പോയ കാര്യം. ഞാനൊരു വിഡ്ഢിയല്ല. എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് നീ. സർ ഞാൻ നോ, എനിക്കൊന്നും കേൾക്കണ്ട. നീ പറഞ്ഞതാണ് ഞാൻ വിശ്വസിച്ചത്. പറയ്, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല. ഞാൻ ഇവനെനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോ നീ എന്നെ തടഞ്ഞു.
ഞാൻ സംശയിക്കുന്നു ഇപ്പൊ നിന്നെ പോലും. അല്ലെങ്കിൽ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഇവൻ എങ്ങനെ എത്തി സ്കൂൾ മുറ്റത്ത്? എന്റെ മോൾക്ക് പോലും സംശയം തോന്നാത്ത വിധത്തിൽ. സർ, എന്റെ രക്തമായാലും ശത്രുവായാലും എനിക്ക് കിട്ടണം അവനെ. അവന്റെ ചരിത്രവും ലക്ഷ്യവും അവന്റെ നാക്കിൽ നിന്ന് തന്നെ കേൾക്കണം. യെസ്, ദേ ഹാവ് എ ഹിസ്റ്ററി. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെയും അധോലോക പ്രഭുക്കന്മാരുടെയും ഇടംകൈയും വലങ്കൈയുമായ കരീബിയൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മലേഷ്യൻ ബേസ്ഡ് ട്വിൻസ് ആണിവർ. ഇല്ല, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്നെ പോലെ ഇത്ര കൃത്യമായിട്ട് രണ്ടുപേർ. അത് ബ്രഹ്മാവിനോട് തന്നെ ചോദിക്കണം. ഒരാളെ പോലെ മുടിയിഴയ്ക്ക് പോലും വ്യത്യാസമില്ലാതെ 7 പേരെങ്കിലും ഉണ്ടെന്നാണ് കണക്ക്. സദ്ദാം ഹുസൈന്റെ വാഹന വ്യൂഹത്തിൽ പലപ്പോഴും ആദ്യം വന്നിറങ്ങിയിരുന്നത് സദ്ദാം ആയിരുന്നില്ല. പിടിക്കപ്പെട്ടത് സദ്ദാം തന്നെയാണെന്ന് തീർച്ചപ്പെടുത്താൻ ലോക പോലീസിന് പോലും DNA ടെസ്റ്റ് വരെ നടത്തേണ്ടി വന്നു. ഇനി വേണോ എത്ര പേരുടെ കണക്കുകൾ? ഏതായാലും ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, ചാൾസിന്റെ മറുപകുതി ഇവിടെ തന്നെയുണ്ട്. ഇത്രയും ദൂരം അവൻ എത്താൻ കഴിഞ്ഞെങ്കിൽ, മന്ത്രിയുടെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ടും അത് വെച്ച് അവനൊരു വിലപേശൽ നടത്തിയില്ലെങ്കിൽ, അവന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ഒന്ന് ഞാൻ ഉറപ്പു തരാം, കണ്ടുപിടിക്കും ഞാൻ അവനെയും. അവന്റെ പിന്നിൽ എത്ര വലിയ കോസ്മോക്രാറ്റിക് ബിഗ് ഷോട്ടിന്റെ തലച്ചോറുണ്ടെങ്കിൽ അതും. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന പേഷ്യന്റിന്? സോറി സർ, നോ ഹോപ്പ്. വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും. എനിക്ക് അയാളോടൊന്ന് സംസാരിക്കാമോ? ഓ ഷുവർ, പക്ഷെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത്. വൈ? ഈ ജന്മത്തിലെ അയാളുടെ സംസാരമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഹീസ് ഇൻ കോമ സ്റ്റേജ്. മരണം വരെ ഇനി ആ നാവും ശരീരവും ചലിക്കില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ, യെസ്. ഈ ഡോക്ടർ ഏത് ഡോക്ടറാണ് ഫാദർ? അത് പിന്നെ ആക്സിഡന്റ് പെട്ട് പോലീസുകാർ ഒരു പേഷ്യന്റിന് ഇവിടെ. ഓ, ഡോക്ടർ സതീഷിന്റെ. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് പോയല്ലോ ഫാദർ. ഓ മൈ ജീസസ്. എന്താ ഫാദർ? ഏയ് ഒന്നുമില്ല. ആ രോഗി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു. അവൻ ആരായിരുന്നാലും ആത്മാവിന് വേണ്ടത് കിട്ടാതെ പോകുന്നത് ശരിയല്ല. അതിന്റെ പാപം ഞങ്ങൾക്കും കൂടിയല്ലേ. അവന് വേണ്ടി ഒരു പ്രാർത്ഥന. ഒരു കാര്യം ചെയ്തോളൂ, ഡ്യൂട്ടി ഡോക്ടറെ ഒന്ന് കണ്ടോളൂ. കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. എവിടെയാ ഡ്യൂട്ടി ഡോക്ടർ? ദേ അവിടെയാ. ഓ, എക്സ്ക്യൂസ് മീ. നമസ്കാരം അച്ഛൻ. ചാൾസ്, ചാൾസ്.
ഹലോ സർ, ഇക്ബാല പറ. ആ ചാൾസ് മരിച്ചു. സത്യമാണോ? അതൊരു മർഡറാണ് സർ. സംശയമില്ല, മറ്റാരുമല്ല, ആ ചാർലിയാണ് അതിന്റെ പിന്നിൽ.